ഈ വാർത്തകളെല്ലാം പുറത്തു വന്നിട്ടും അതിൽ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടം സമ്മതിച്ചിട്ടും ഇനിയും മാങ്കൂട്ടത്തിന് കുടയും പിടിച്ച് കൂടെ നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ, അതായത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ നേതാക്കളല്ലാത്ത ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് വളർന്നു വന്ന നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയില്ല. അവസാനമായി കോൺഗ്രസ് നേതാവ് മുരളീധരൻ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം കേട്ടാൽ നിങ്ങൾക്ക് കാര്യം ഏകദേശം മനസ്സിലാക്കും. രാഹുലിനെ ഒരു പരിപാടിയിലും കയറ്റരുതെന്നാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണത്തിന് ഇറങ്ങരുതെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. ഉദിച്ചുയരേണ്ട താരങ്ങൾ ഉദിക്കും, അല്ലാത്തത് അസ്തമിക്കുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. യഥാർത്ഥത്തിൽ ഇതുതന്നെയാണ് കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുതിർന്ന നേതാക്കളുടെയും അഭിപ്രായം. എന്നാൽ അതിനിടയിൽ വ്യത്യസ്തനായി നിൽക്കുന്ന ചിലരുണ്ട്. ഉദാഹരണത്തിന് മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ. 2 ദിവസം മുൻപ് പുള്ളി രാഹുൽ മാങ്കൂട്ടത്തെ വളരെ ഭയങ്കരമായി അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു. സുധാകരന് ഇതെന്തു പറ്റി എന്ന് കോൺഗ്രസുകാരെ കൊണ്ടുപോലും ചോദിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ പുള്ളിയുടെ പ്രകടനം. എന്നാൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെ തൻ്റെ നിലപാടിൽ മാറ്റം വരുത്തി സുധാകരൻ വീണ്ടും രംഗത്തെത്തി. എന്നാൽ അതിനിടയിൽ പുറത്തു വരുന്ന മറ്റൊരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് സ്ത്രീകൾ നൽകിയ പരാതികളിൽ ചിലത് സുധാകരന് ലഭിച്ചിരുന്നു എന്നുള്ളതായിരുന്നു ആ വിവരം. ഇത്രയും സ്വഭാവ വൈകൃതം പിന്തുടരുന്ന ഒരാളെ പിന്നെ എന്തുകൊണ്ട് സുധാകരൻ പിന്തുണച്ചു എന്ന് ചോദിച്ചാൽ അതിനെ ഗതികേടെന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും പേരോ ഉപയോഗിച്ച് വിശേഷിപ്പിക്കുന്നതാകും ഉചിതം. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ, എന്തിനേറെ VD സതീശൻ, രമേശ് ചെന്നിത്തല, ഉമാ തോമസ്, ഈ ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, ഈ മുതിർന്ന നേതാക്കളെ അറപ്പുളവാക്കുന്ന രീതിയിൽ, വെറുപ്പുളവാക്കുന്ന രീതിയിൽ ഒരു യൂട്യൂബ് തുറന്നു വെച്ച് കുറച്ച് അശ്ലീല യൂട്യൂബർമാരും കുറച്ച് പെയ്ഡ് ഓൺലൈൻ സംഘങ്ങളും ചേർന്ന് നടത്തുന്ന ക്രിമിനൽ സൈബർ കൂട്ടങ്ങളെയാണ് ഇവർ യഥാർത്ഥത്തിൽ ഇവരുടെ കൊട്ടേഷൻ സംഘങ്ങളെ പിന്നിൽ നിർത്തുന്നത്. ഇവരാണ് യഥാർത്ഥത്തിൽ ഇവരുടെ പിന്തുണയിൽ നിൽക്കുന്നത്. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതിനകത്ത് അങ്ങേയറ്റം കമ്മ്യൂണലായ എലമെൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങേയറ്റം രാജ്യവിരുദ്ധ താല്പര്യമുള്ള ആളുകൾ രാജ്യത്തിന് പുറത്തു നിന്നുകൊണ്ട് ഈ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഹവാല ഇടപാടുകളും റിയൽ എസ്റ്റേറ്റ് മാഫിയുമുള്ളവർ ഈ ഇടപാടുകളിലുണ്ട്. ഞാൻ പരിശോധിക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യാജരേഖ കേസ് വന്നപ്പോൾ അതിലൊരു പ്രതി, ആ പ്രതി ആ സമയത്ത് 12,000 രൂപ മുത്തൂറ്റിൽ എന്ന് പറയുന്നൊരു സ്ഥാപനത്തിലെ ഒരു ശമ്പളത്തിന് വേണ്ടി പണിയെടുത്തിരുന്ന ഒരാളായിരുന്നു. ഇയാൾ ഇന്ന് ഈ വ്യാജരേഖ കേസിൽ പ്രതിയായതിനു ശേഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ കൂടി ഇയാൾ ഇന്ന് സ്വന്തമായൊരു ധനകാര്യ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നു. ജിമ്മി, അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയാണ്, അത്ഭുതപ്പെടുത്തുന്ന വളർച്ച. അതേപോലെ ഈ ജോബി ജോസഫും രാഹുൽ മാങ്കൂട്ടത്തിലും ചേർന്ന് നടത്തുന്ന കുറച്ച് സാമ്പത്തിക സ്ഥാപനങ്ങളുണ്ട്. ഞങ്ങളുടെ ആഗ്രഹം സഫലമായി എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മൾ കണ്ടതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു തന്നെ ഇതിൽ ഒരു പ്രധാന ഇൻവെസ്റ്ററാണ്. ആ ലിറ്റിൽ പ്ലാനറ്റ് എന്ന് പറയുന്ന കടയടക്കം തുണിക്കടയും ടോയ്ക്കടയും അടക്കം ഒന്ന് തുറന്ന് കോവിഡിന് ശേഷം സാമ്പത്തിക പ്രാരാബ്ദങ്ങളിൽ നിന്നപ്പോൾ അതും ടെക്സ്റ്റൈൽ ബിസിനസ്സിന് വലിയ സാധ്യതയില്ലാത്ത ഒരു ജില്ലയിൽ, പത്തനംതിട്ടയിൽ, ഒന്നിലധികം കടകൾ, 2, 3, 4 കടകൾ തുറന്നു വെച്ച് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കാൻ ഇതിൻ്റെയൊക്കെ സാമ്പത്തിക സോഴ്സ് എവിടെ നിന്നാണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അത്ര എളുപ്പം നിർദ്ധാരണം ചെയ്യാൻ പറ്റാത്ത ഒരു ക്രിമിനൽ ബുദ്ധി ഇവരുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്താൽ ആ അറസ്റ്റും രാഷ്ട്രീയമായൊരു ആയുധമാക്കാൻ ശേഷിയുള്ള ഒരു വലിയ പ്രൊപ്പഗാൻഡ ടീം, ഒരു പ്രചരണ ടീമുണ്ട്. പക്ഷേ അറസ്റ്റ് നീളുന്നതിൻ്റെ ഒരു കാരണം പോലീസിനെ സംബന്ധിച്ച് തിടുക്കപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് ഇനിയും ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി കൊടുക്കുന്ന അവസരത്തിലേക്ക് പോലീസ് നീങ്ങില്ല. പക്ഷേ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഒട്ടേറെ അപകടങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്ന അടുത്തതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കാരണം ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിലിൽ ഇയാൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു 60% നമ്മൾ പരിശോധിച്ചാൽ അത് അയാൾക്കെതിരെയുള്ള തെളിവുകൾ അയാൾ കുറ്റസമ്മതമായി നടത്തിയിരിക്കുന്നതാണ്. നമ്മളത് ഇന്നലെ വിശദമായി പരിശോധിച്ചു. ഇനി അറിയേണ്ട 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇയാൾക്ക് ജാമ്യം കിട്ടിയാൽ സാധാരണ രീതിയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ വരുന്ന സമയത്ത് കോടതി പരിഗണിക്കുന്നത് ഇതൊരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമുള്ള കേസാണോ എന്നാണ്. 100% കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമുള്ള കേസല്ലേ? കാരണം എന്താ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് 3 ബലാത്സംഗ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. നോക്കണം, ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ പലപ്പോഴും അതിൻ്റെ കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കരുതെന്നുള്ളതാണ് കോടതി പറയുന്നത്. പകരം ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മതി. ഒന്ന്, കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമുണ്ടോ? പ്രോസിക്യൂഷൻ പറയണം ആവശ്യമുണ്ട്. എന്താണ് ആവശ്യമുള്ളത്? ചുമത്തിയിരിക്കുന്നത് ഒരു ബലാത്സംഗ കേസാണ്. 1 അല്ല 3 ബലാത്സംഗ കേസാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനശേഷിയുള്ള അധികാരമുള്ളയാളാണോ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്? 100%. ഈ കൃത്യമായി 64(2)(f) പറയുന്നത് പോലെ
പേഴ്സൺ ഇൻ പൊസിഷൻ ഓഫ് ട്രസ്റ്റ് ഓർ അതോറിറ്റിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിലും മുൻകൂർ ജാമ്യം തള്ളുമെന്നത് പ്രോസിക്യൂഷൻ ഉറപ്പാണ്, 100%. അതല്ലെങ്കിൽ ഇനി അസാധാരണമായ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ട് ഒരു പ്രീമച്വർ ട്രയൽ നടത്തി ജഡ്ജി ഒരു തീരുമാനത്തിലേക്ക് എത്തണം. പക്ഷെ അതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. ഈ ഘട്ടത്തിൽ അത് വിരളമാണ്. അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇത് എൻ്റെ ഗർഭമല്ല എന്നത് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശബ്ദ സന്ദേശങ്ങൾ. ഇതൊന്നും ആൻറ്റിസിപ്പേറ്ററി ബെയിൽ വരുന്ന സമയത്ത് പരിഗണിക്കുന്ന വിഷയങ്ങളല്ല. ഇതൊക്കെ ട്രയലിൻ്റെ വേളയിൽ പരിശോധിക്കുന്ന വിഷയങ്ങളാണ്. ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ സമയത്ത് പരിശോധിക്കുന്ന വിഷയങ്ങൾ എന്താ? ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമുണ്ട്. എവിടെയൊക്കെ വെച്ച് പീഡിപ്പിച്ചു? ഒന്ന് പാലക്കാട് വെച്ച് പീഡിപ്പിച്ചു, മറ്റൊന്ന് തിരുവനന്തപുരത്ത് വെച്ച് ഈ പെൺകുട്ടിയുടെ ഫ്ലാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു. ആ പീഡിപ്പിച്ച തീയതിയും ദിവസവും അടക്കം ഗർഭിണിയായിരുന്ന സമയത്തും പീഡിപ്പിച്ചു എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ളൊരു കുറ്റം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറത്തുണ്ട്. ഇതെല്ലാം അറിയണമെങ്കിൽ അവിടെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തണം. ഇയാൾ നിത്യസന്ദർശകനായിരുന്നത്, അതിനുള്ള പരിശോധനകൾ നടത്തണം. ഇയാളുടെ ഫോൺ പരിശോധിക്കണം. അതാണ് അടുത്ത രണ്ടാമത്തെ പ്രശ്നം. കസ്റ്റഡിയിലെടുത്താൽ മാത്രമല്ല ഇയാളുടെ ഫോൺ പരിശോധിക്കാൻ പറ്റൂ. ഇയാളുടെ ഫോണിൽ എന്താ ഉള്ളത്? പെൺകുട്ടി വളരെ ഗുരുതരമായ ഒരു ആരോപണം മൊഴിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നഗ്നദൃശ്യങ്ങൾ എടുത്ത് ഭീഷണിപ്പെടുത്തി എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ സമ്മതമില്ലാത്ത നഗ്നചിത്രങ്ങൾ എടുത്ത് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ഈ നഗ്നചിത്രങ്ങൾ ലീക്കാക്കുമെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമുള്ള ഒന്നല്ലേ? അപ്പോൾ കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമുണ്ട് എന്നുള്ളത് ഒന്ന്. രണ്ട്, ഇയാൾ ഏതെങ്കിലും തരത്തിൽ ഇൻവെസ്റ്റിഗേഷനെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ടോ? നമ്മുടെ മുന്നിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇയാൾ ഭീഷണിപ്പെടുത്തുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ഇതൊക്കെ കുരുക്കായി വരാൻ പോകുന്നത് ഈ ഘട്ടത്തിലാണ്. എന്താണ് അയാളോട് പറയുന്നത് അറിയാമോ? ഇതിനുള്ള ജോലി, ഇതിനുള്ള പ്രതിഫലം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സർവീസിൽ വരുമ്പോൾ ഞാൻ തരാം എന്നുള്ളതാണ്. ഒരു ഉദ്യോഗസ്ഥനെ ആ ജോലി ചെയ്യുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തി, തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി സമയത്ത് ആ ഉദ്യോഗസ്ഥനെ ജോലി സമയത്ത് തടസ്സപ്പെടുത്തിയ MLA ആണ് ഇയാൾ. ഇയാളുടെ ആൻറ്റിസിഡൻ്റാണ്. അന്വേഷണത്തെ തടസ്സപ്പെടുത്തുമെന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ തെളിവ് വേണോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നതെല്ലാം അദ്ദേഹത്തിന് തിരിച്ചടിയാവാൻ പോകുന്നത് ഇതാണ് പ്രോസിക്യൂഷൻ്റെ ഒരു ആത്മബലം എന്ന് പറയുന്നത്. ഒന്ന്, ഇത് കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമുണ്ട്. രണ്ട്, ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസേഴ്സിനെ തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. മൂന്ന്, തെളിവുകൾ നശിപ്പിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. വ്യാജരേഖാ കാർഡുമായി ബന്ധപ്പെട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസ് നിലവിലിരിക്കുകയല്ലേ? അതിൻ്റെ പേരിൽ ഇയാളെ അടക്കം വിളിച്ചതല്ലേ പോലീസ്? മൊഴി കൊടുക്കാൻ വേണ്ടി വിളിച്ചതല്ലേ? അതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ സുഹൃത്തുക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ടിരിക്കുകയല്ലേ? ഇതുമായി ബന്ധപ്പെട്ട വ്യാജരേഖ ചമയ്ക്കുന്ന കാര്യത്തിൽ വിദ്വാനല്ലേ? ഇതല്ലേ മൂന്നാമത്തെ കാര്യം. 4, ഫാബ്രിക്കേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. 100% ആ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് ഇയാൾ മാത്രമല്ല, ആവലാതിക്കാരിയെ ഭീഷണിപ്പെടുത്തുകയും ആവലാതിക്കാരിയെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സൈബർ കൂട്ടത്തെയാണ് വളർത്തിയിരിക്കുന്നത്. നിർഭാഗ്യവശാൽ അത് സൈബർ കൂട്ടം മാത്രമല്ല, പകരം പാർട്ടിയുടെ മുഖപത്രം പോലും ഇന്ന് ആ പണി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം. അതാണ് VD സതീശൻ തിരുത്തിയത്. ശരിക്കും പറഞ്ഞാൽ VD സതീശൻ്റെ നിലപാടിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഈ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയും ഈ വിഷയത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. എത്ര ഓൺലൈൻ മീഡിയകളിലാണെന്ന് അറിയാമോ VD സതീശനെയും രമേശ് ചെന്നിത്തലയും കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. കെ മുരളീധരനെയും കുറിച്ച് മോശമായ രീതിയിൽ ഇവരെയൊക്കെ എടുത്ത് പുറത്ത് കളയണമെന്നാണ് പറയുന്നത്. ആരാ പറയുന്നതെന്ന് അറിയാമോ? ഒരു തരത്തിലും ജനസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാതെ ഇന്നലെകളിൽ വന്നിരിക്കുന്ന ചില ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, അതും കോൺഗ്രസിൽ തന്നെയുള്ള ആളുകളുമല്ല. അതാണ് തമാശ. UDFിനോടൊപ്പം നിൽക്കുന്ന മറ്റു രാജ്യങ്ങളിലുള്ള ചില മനുഷ്യർ പോലും വന്ന് ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കളിക്കുകയാണ്. ഇത് ആരുടെ പ്രസ്ഥാനമാണ്? ഇത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രസ്ഥാനമല്ലേ കോൺഗ്രസ്? അതിലെ നേതാക്കന്മാരെ ഈ രീതിയിൽ അപമാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആ ക്രിമിനൽ സംഘത്തിന് അതിനുള്ള ശേഷിയെല്ലാം ഉണ്ട്. അവിടെയാണ് സന്ദീപ് വാര്യരുടെ, നേരത്തെ സുജയും ജിമ്മിയും ഒക്കെ ചൂണ്ടിക്കാണിച്ച, സ്മൃതിയും ഒക്കെ ചൂണ്ടിക്കാണിച്ച സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. സന്ദീപ് വാര്യരെ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് മാത്രമല്ലേ പ്രേക്ഷകർക്ക് അറിയുള്ളൂ. പക്ഷേ അതിനു മുമ്പ് BJPയുടെ സ്പോക്ക് പേഴ്സൺ ആയിരുന്ന കാലത്ത് സന്ദീപ് വാര്യർ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. അയാൾ ആ മാനസികാവസ്ഥയിൽ നിന്നൊരല്പം പോലും വളർന്നിട്ടില്ല എന്നതിൻ്റെ സൂചനയാണ്. പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചു മൂടുക എന്നത് മാത്രമാണ് ഏക പോംവഴി. ഒരു 3000-ഓ 4000-ഓ എണ്ണത്തിലെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ചു കൊല്ലണം. ബാക്കിയുള്ളവർ തന്നെ ഒതുങ്ങി മര്യാദക്കാരാവും. അനുഭവം ഗുരു. ഇത് രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി ഫേസ്ബുക്കിലൂടെ പോരാടുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ചെറുപ്പക്കാർ ഇതൊന്ന് വായിച്ചു മനസ്സിലാക്കണം. ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ എഴുതിയിരുന്നതാണ്. ആ സന്ദീപ് വാര്യർ ഇന്ന് എഴുതി വച്ചിരിക്കുന്നത് എന്താ? ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വ്യക്തമാകുന്ന രീതിയിൽ മുൻപുണ്ടായിരുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന് ആരാധകരായ വെട്ടുകിളിക്കൂട്ടത്തിൽ കമൻ്റ് ഇടാനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അത് ആദ്യഘട്ടത്തിൽ മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് പിൻവലിക്കുന്നില്ല. മണിക്കൂറുകൾക്ക് ശേഷം അപ്പോഴേക്കും അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. സന്ദീപ് വാര്യർ എന്ന കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ അപമാനിക്കാൻ നടത്തിയ ശ്രമം കോടതിയുടെ മുമ്പിൽ വരൂലേ?
അങ്ങനെ വരുമ്പോൾ ഇയാൾ എത്രമാത്രം അപകടകാരിയാണ്. ഒളിവിലിരുന്നു കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടി, ജാമ്യം കിട്ടി പുറത്തിറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ചെയ്യില്ലെന്ന് എന്തുറപ്പാണ് കിട്ടുക? പാർട്ടിയുടെ പിൻബലത്തോടു കൂടി ജനറൽ സെക്രട്ടറിയാണ് നടത്തുന്നത്. നോക്കൂ, ഇന്ന് KPCC അധ്യക്ഷൻ തന്നെ തള്ളി പറഞ്ഞു. ഏറ്റവും ഒടുവിൽ KPCC അധ്യക്ഷൻ തന്നെ തള്ളിപ്പറയുന്ന അവസ്ഥയെത്തി. പാർട്ടി മുഖപത്രത്തെ തിരുത്തി. പാർട്ടി മുഖപത്രത്തിന്റെ പത്രാധിപർ റിപ്പോർട്ടിൽ വന്ന് പറഞ്ഞു തെറ്റു പറ്റിപ്പോയി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? സൂര്യനെല്ലി കേസുമായിട്ട്, ഐസ്ക്രീം പാർലർ കേസുമായിട്ട്, ഉമ്മൻചാണ്ടി സാറിന്റെ കേസുമായിട്ടൊക്കെയാണ് അതിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെടുത്തുകയാണ് ഈ പറയുന്ന ഒരു പെർവേർട്ടിനെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എവിടെ നിൽക്കുന്നു ഉമ്മൻചാണ്ടി, എവിടെ നിൽക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ? കോൺഗ്രസിലെ നേതാക്കളൊന്ന് മനസ്സിലാക്കണം, ഇത് പാർട്ടിയുടെ മുഖപത്രത്തിൽ വന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ഒന്നിനു പിറകെ ഒന്നായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വലിയ തെളിവായി മാറുകയാണ്. പിന്നൊരു ചോദ്യം കൂടിയുണ്ട്, ഈ ആവലാതിക്കാരിക്ക് ഒരു ഭീഷണി ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? ഈ ശബ്ദരേഖയിൽ എടുത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് നിന്നെ കൊല്ലാൻ എത്ര സമയം വേണം എന്നുള്ളത്. ഒറ്റ ശബ്ദരേഖ മതി, ഒറ്റ വാചകം മതി. അതായത് ഈ ചുരുക്കത്തിൽ ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ ഞാൻ മനസ്സിലാക്കുന്നത് പ്രജ്വൽ രേവണ്ണ കർണാടകയിൽ ജനതാദൾ സെക്യുലറിൻ്റെ നേതാവായിരുന്ന MP ആയിരുന്ന, ഹാസനിൽ നിന്നുള്ള MP ആയിരുന്ന, സീരിയൽ പ്രഡേറ്റർ ആയിരുന്ന, ലൈംഗിക വൈകൃതങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടാക്കിയ പ്രജ്വൽ രേവണ്ണ ആ കേസിൽ കൊടുത്തിരിക്കുന്ന ആന്റിസിപ്പേറ്ററി ബെയിലിന് സമാനമായ ആന്റിസിപ്പേറ്ററി ബെയിലാണ്. കേരളത്തിലെ പ്രജ്വൽ രേവണ്ണയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് ഒരു കേസല്ലല്ലോ. ഇന്ന് രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞെന്താ, ഈ KPCCക്ക് ഒരുപാട് പരാതികൾ വന്നിരുന്നു എന്നുള്ളതാണ്. അന്ന് ആ സമയത്ത് KPCC നിലപാടെടുത്തിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസിന് ഇങ്ങനെ ഈ അർത്ഥത്തിൽ തലകുനിച്ച് നിൽക്കണമായിരുന്നു. എന്നിട്ടും കോൺഗ്രസ് നിലപാടെടുത്തു. VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒറ്റ നിലപാടിന്റെ ബലത്തിൽ അന്ന് എതിർത്തതാര സാക്ഷാൽ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വളരാനുള്ള എല്ലാ വളവും ഒരുക്കി കൊടുത്തത്. KC വേണുഗോപാലിന്റെ ലക്ഷ്യം എന്താ? വളരെ കൃത്യമല്ലേ? ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തലയും മറുഭാഗത്ത് VD സതീശനെയും തകർക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ചെറിയ നാപ്പാം ബോംബുകൾ വിതറും എന്നുള്ളത്. അതേപോലെയാണ് KC വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനകത്തേക്ക് ഇട്ടിരിക്കുന്ന ബോംബുകളായിരുന്നു ഇത്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്താനാണോ KC ഇത് ചെയ്തതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ KCക്ക് അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതേപോലെ ഒരു KCയുടെ ടൂളായി മാറുമെന്നുള്ള കാര്യത്തിൽ വളരെ ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെയും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഉപയോഗിച്ച് VDയെ തളർത്താൻ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ ചിരിക്കുന്നത് VD സതീശനാണ്, ഇപ്പോൾ ചിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. പക്ഷെ അവർ ചിരിക്കുമ്പോഴേക്കും പാർട്ടി അതിനുള്ള ഒരു വലിയ രാഷ്ട്രീയമായിട്ടുള്ള വലിയ മൂലധനം ചിലവാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ പെർവേർട്ടിനെ, ഈ സൈക്കോപാത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ടേക്ക് ഇതാണ്, അറസ്റ്റ് നീളുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അറസ്റ്റ് നീളാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ ഇൻഫ്രക്ഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട്, അത് അസാധുവാക്കാൻ വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. കാരണം ഇയാൾ ഒളിവിലിരിക്കുന്ന ഓരോ നിമിഷവും അതിജീവിതയ്ക്ക് ജീവിതത്തിൽ മാത്രമല്ല അവരുടെ മാനത്തിന് തന്നെ ഭീഷണിയായി വരുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ആ അതിജീവിതയെ അവഹേളിക്കാൻ വേണ്ടുന്ന ഓരോ പോസ്റ്റുകളായിട്ട് അയാളും അയാളുടെ ശിങ്കിടികളും അശ്ലീല യൂട്യൂബർമാരും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇത് സ്വർണ്ണക്കൊള്ളയെ മറയ്ക്കാൻ വേണ്ടിയാണോ എന്ന ചോദ്യത്തിന് ഈ കേസ് വരുന്നത് സെപ്റ്റംബർ മാസത്തിന് മുമ്പ്, അതായത് സ്വർണ്ണക്കൊള്ള കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിനും 2 മാസങ്ങൾക്ക് മുമ്പാണ്. അതും റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ സഹയാത്രിയാണ് വെളിപ്പെടുത്തിയത്. അതിനു പിന്നിൽ ഒരു ഇടതു ബാന്ധവമോ ഒരു BJP ബാന്ധവമോ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല.